എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് V1 ചാനൽ ഒരു യാത്ര പോകുകയാണ്. യാത്ര പോകുന്നത് എങ്ങടാണെന്ന് അറിയണ്ടേ? കണേലി ഫാമിലിയുടെ ഒരു കുടുംബ സംഗമം പാറപ്പുറത്ത് നടക്കുവാണ്. ദൈവം നൽകിയ അനുഗ്രഹമാണ് കുടുംബം. മാതാപിതാക്കളാണ് കുടുംബത്തിന്റെ നെടുന്തൂണ്. കുടുംബത്തിന്റെ ഐക്യമാണ് ആ കുടുംബത്തിന്റെ ഉയർച്ച. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ കുറഞ്ഞ കാലത്തെ ജീവിതം പരസ്പരം വിമർശിച്ചിട്ട് എന്ത് കാര്യം? വിമർശിക്കും തോറും കുടുംബങ്ങളിൽ വാശിയും വൈരാഗ്യവും കൂടി വരുന്നു. തിരിച്ചു വരാത്ത ഈ ലോകത്ത് വിഡ്ഢികളാകാതെയുള്ള ജീവിതം സന്തോഷത്തിലാകണം. ഒരു ദിവസത്തെ ജീവിതം പോയാൽ അത് നഷ്ടം തന്നെയാണ്. പരസ്പരം സ്നേഹമില്ലാത്ത വീടുകളിൽ ഐശ്വര്യമുണ്ടാകില്ല. അനുജൻ, ജ്യേഷ്ഠൻ, പെങ്ങൾ, മാതാപിതാക്കൾ, അതൊക്കെ ഓരോ ബന്ധങ്ങളാണ്. ഒരുമിച്ച് നിന്ന് ഒരു കുടുംബത്തെ എങ്ങനെ ഉയർത്താമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നടക്കാൻ നമ്മുടെ മക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് പഠിച്ചു وسيدنا محمد وآله وصحبه أجمعين. أما بعد, ഈ മഹത്തായ കുടുംബ സംഗമത്തിന്റെ അധ്യക്ഷൻ 2 വർഷം മുമ്പ് വിശുദ്ധ റമദാനിൽ വളരെ വിഷമകരമായ ഒരു ദിവസം പ്രായമുള്ളതാണ് പറയുന്നത് അത് ശരിയാകില്ല എന്നുള്ള ഒരു കാര്യം കിട്ടാതെ ശരിയാണെങ്കിൽ അത് ശരിയാകും, തെറ്റാണെങ്കിൽ അത് നമുക്ക് വേണ്ട.
السلام عليكم ورحمة الله وبركاته. الله رب سبحانه وتعالى മഹനീയമായ ഈ സദസ്സിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇതിലും ഖൈറായ രീതിയിൽ അവന്റെ ജന്നാത്തുൻ നഈമിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പകലന്തിയോളം പണിയെടുത്ത് തിരിച്ചു വരുന്ന ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയ്ക്കും ഉണ്ടാകണം ആ റഹ്മത്ത്, കാരുണ്യം. പ്രവാചകന്റെ കാലത്ത് ഒരു സഹാബി വനിത പറയുമായിരുന്നു, അവര് സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇവരെന്താണ് സ്വർഗത്തിൽ പോകാൻ കാരണമെന്ന് സഹാബികളിൽ അന്വേഷിച്ചു നടക്കണം. മൺമറഞ്ഞ ബഹുമാനപ്പെട്ട മക്കാർ അവர்களായിരുന്നു. മക്കാർ അവരുടെ ഭാര്യ നമ്മുടെ ഈ വെള്ളാരപ്പള്ളി പാറപ്പുറത്ത് തന്നെയുള്ള ശൂലായി കുടുംബത്തിൽപ്പെട്ട താച്ചി എന്ന് പറയുന്ന ഒരു മഹതിയായിരുന്നു. രാഷ്ട്രസങ്കല്പത്തിന്റെ അടിസ്ഥാനം കുടുംബങ്ങളാണ്. ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ സ്നേഹബന്ധങ്ങൾ കലർപ്പില്ലാതെയും കലവറയില്ലാതെയും ആഴത്തിലും പരപ്പിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതാകണം നല്ല കുടുംബ ബന്ധങ്ങൾ. കുടുംബത്തിനായാലും രാഷ്ട്രത്തിനായാലും മികച്ച അയൽബന്ധങ്ങൾ ഉണ്ടാകണം. നല്ല കരുതലോടെയുള്ള സഹകരണവും ഇടപെടലുകളുമാണ് ആവശ്യം. ഞങ്ങൾക്കുറപ്പുണ്ട്, എക്കാലത്തും ഈ കുടുംബം അങ്ങനെയായിരുന്നു. ഇന്നും വളരെ സ്നേഹത്തോടും ആദരവോടും ഈ കുടുംബ സംഗമത്തിൽ അയൽവാസികളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഞാൻ വന്നു കയറിയത് അയൽവാസികളായ എല്ലാവരും പ്രായവും എല്ലാവരുടെ വീട്ടിലും. അതിലിപ്പോൾ കുറച്ച് നാളായിട്ട് സ്ലൈമാനൊക്കെ ഞാൻ ഗുരുദേവൻ്റെ അടുത്ത് വിളക്ക് വയ്ക്കുന്ന ആളാണ്. അവിടെ വിളക്ക് വയ്ക്കാൻ വരുമ്പോൾ വന്നുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ കുറേ സമയം 1 മണിക്കൂർ കൂടുതൽ സംസാരിച്ച് അവിടെ ഇരുന്ന് ഞാൻ വിളക്ക് വെച്ച് തിരിച്ചു പോകും, സ്ലൈമാനൊക്കെ ഇങ്ങോട്ട് പോകും. അങ്ങനെ നടന്ന ആ ഒരു എണ്ണം എൻ്റെ മനസ്സിലിപ്പോൾ വളരെ ഇരിക്കുകയാണ്. എല്ലാവരും കഴിഞ്ഞു കൂടി പോകുന്ന ഒരു കുടുംബമാണത്. അതിപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു വീട്ടിലും കിണറില്ലാത്ത ഒരു വീടുകളായിരുന്നു. ആ ഒരു വീട്ടിലെ കിണറിൻ്റെ വെള്ളം കൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഈ തറവാട്ടിലെ സന്തതി പരമ്പരകളിൽ ആദ്യത്തെ പേരക്കുട്ടി നബീസ. മുഹമ്മദ് കുഞ്ഞ് പറയൻകുടിയുമായി നിക്കാഹ് കഴിച്ച് ആ മാതൃകാ ദാമ്പത്യം
50 ആണ്ടുകൾ പിന്നിട്ട് സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ആ സ്നേഹവല്ലരിയിൽ വിരിഞ്ഞ സുമങ്ങളുടെയും ഈ ധന്യമുഹൂർത്തത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരുടേതുമടക്കം പ്രൗഢഗംഭീരമായ ഈ സദസ്സിൽ അവരെ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. ഇതിനൊക്കെ അകമഴിയെ സഹായിച്ചത് നമുക്കറിയാം, ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അവരെയൊക്കെ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. അവർക്കൊക്കെ പരമകാരുണ്യങ്ങളെ കുറിച്ച് നമ്മൾ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിമൻ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് പാറപ്പുറത്താണ്. ഒരു കുടുംബ സംഗമം, ഒത്തൊരുമ. നമസ്കാരം, എല്ലാവരും കാത്തുനിന്നാണ് പുരോഗമനം. ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ആദ്യമായി ഇങ്ങനൊരു കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഈ ഫാമിലിയാണ്. വളരെ പരിഹാജിയുടെ മക്കളും അവന് ശേഷമുള്ള 45 കുടുംബങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കൂട്ടായ്മ വളരെ സന്തോഷത്തോടുകൂടി വളരെ വിപുലമായി തന്നെയാണ് ഇന്ന് രാത്രി 8 മണിയോടുകൂടി അവസാനിക്കുന്നത്. എനിക്ക് കൂട്ടം കാണാൻ തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ എത്രാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ്? ഞാൻ 3ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ്. 5 തലമുറകളുടെ സംഗമമാണ് നടക്കുന്നത്. എന്തായാലും ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ച് ഓരോരുത്തരായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷകളോടെ പങ്കെടുത്തു. ഞങ്ങൾ കൂടും എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അൽഹംദുലില്ലാ എല്ലാവരും പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഞാൻ ഞാൻ ഈ കുടുംബത്തിലെ മരുമകനാണ്. പിന്നെ ഇവരുടെ കുടുംബത്തിലെ വിവാഹം കഴിക്കുന്നത് ഭയങ്കര സന്തോഷം ബഹുമാനമുണ്ട്. മുത്തുമോനാണ്. യോഗമാണ് അതിനോട് സന്തോഷമുള്ളൂ. അതിനുവേണ്ടി വളരെ നന്ദിയുണ്ട്. ഞാനും ഈ കുടുംബത്തിലെ മരുമകനാണ്, ഈ നാട്ടുകാരൻ കൂടിയാണ്. എന്തായാലും ഈ കുടുംബസംഗമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ്. खुले आसमां में ख्वाबों के परिंदे उड़े, दिल के जहां में ख्वाबों के परिंदे. ओहो क्या पता जाएंगे खुली है जो पर कहे ये नजर, लगता है अब है जागे हम. फिक्री जो थी पीछे रह गई, निकले उनसे आगे हम. हवा में बह रही है जिंदगी,
कि जहां मैं ख्वाबों के परिंदे ओहो क्या पता जाएंगे कहाँ किसी ने छुआ तो ही हुआ फिरते हैं महके महके हम कोई है कहीं बातें नहीं जब है ऐसे बहके हम हुआ है यूं कि दिल पिघल गए बस एक पल में हम बदल गए ओहो अब तो जो भी हो सो हो रोशनी मिली अब राह में है एक दिलकशी सी बरसी हर खुशी मिली अब जिंदगी पे है जिंदगी सी बरसी अब जीना हमने सीखा है याद है कल आया था वो पल जिसमें जादू ऐसा था हम हो गए जैसे नहीं वो पल जाने कैसा था
ऐसे डोरे डाले काला जादू नैना काले तेरे में हवाले हुआ सीने से लगा ले आ मैं तेरा ओ दोनों धीमे धीमे जले आजा दोनों ऐसे मिले जमीन पे लागे ना तेरे ना मेरे पाँव रे बिछाना छोड़ूंगा चाहे जितना तड़पा दिल डूबा नीली आंखों में ये दिल डूबा महबूबा महबूबा बस ये जान ले महबूबा आशिक हूँ दीवाना हूँ तेरे लिए कुछ भी कर जाऊंगा इश्क में तेरे जीता हूँ तेरे लिए ही मर जाऊंगा എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് അഴകേ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല തേൻ വണ്ടു വരാഹരൂപം ദൈവവരീഷ്ടം मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है ढोंगी सा ये बड़ा ढीठ है वायरल हो गया ये ट्वीट पर फूल वूल करने में कूल तू बड़ी तेज कटारी है शगन तेरी की लगन तेरी की हमने कर दी तैयारी है नचते ने सारे रंग मिल के आज हिले डुल के ले सारे के सारे नजारे नचते ने सारे रंग मिल के आज हिले डुल के ले सारे के सारे नजारे खसमानू खाने
Pele, pele,